എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ലെക്ചറിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആക്ച്വലി ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചില പോയിൻറ്റുകളാണ്. പക്ഷേ അതിനു മുന്നേ ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയോൺസിനെ കുറിച്ച് ചില വിവരങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ ചില പ്രോപ്പർട്ടീസ്, അതായത് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടോൺസും ന്യൂട്രോൺസും. അപ്പോൾ അതോടൊപ്പം ഇലക്ട്രോണിൻ്റെ കൂടി, അപ്പോൾ 3 പാർട്ടിക്കിളിൻ്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആറ്റമിക് മാസ് യൂണിറ്റ്. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂക്ലിയസ് ആയാലും ആറ്റം ആയാലും ഇതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി കാണുന്ന വസ്തുക്കളുടെ ഡയമെൻഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോളാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതാണ്ട് ആറ്റമിക് റേഡിയസ് എന്ന് പറയുന്നത് 1 ആങ്സ്ട്രം റേഞ്ചിലാണ്. അതേപോലെ ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1 to 1.6 ഫെർമി റേഡിയസിലാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ ഡയമെൻഷൻസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാസ് ആയാലും അതേപോലെ മറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയാലും നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്ന കിലോഗ്രാം പോലെയുള്ള അല്ലെങ്കിൽ ഗ്രാം പോലെയുള്ള ഈവൻ മില്ലിഗ്രാം പോലെയുള്ള യൂണിറ്റ്സ് വെച്ച് പോലും നമുക്ക് ഇതിൻ്റെ ഒന്നും മാസിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പുതിയൊരു യൂണിറ്റ്, അതായത് വളരെ ടൈനി ആയിട്ടുള്ള മോളിക്കുലാർ ലെവലിലുള്ള ആറ്റമിക് ലെവലിലുള്ള വസ്തുക്കളുടെ വെയിറ്റ് മാസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ആറ്റമിക് മാസ് യൂണിറ്റ്. ഇതിനെ AMU എന്ന് ചിലയിടത്ത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, ചിലയിടത്ത് U എന്നും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് വേണം അത് നിങ്ങൾ ഏത് വേണമെന്ന് തീരുമാനിക്കാൻ. ആറ്റമിക് മാസ് യൂണിറ്റ് എന്നുള്ളതിനാണ് AMU എന്ന് എഴുതുക, അല്ലെങ്കിൽ U എന്നും ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, സ്മോൾ ലെറ്റേഴ്സ്. ഇനി ഇതിൻ്റെ തിയററ്റിക്കലി വാട്ട് യു മീൻ ബൈ ആറ്റമിക് മാസ് യൂണിറ്റ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മാസ് ഓഫ് 1 കാർബൺ ആറ്റം. ഏത് കാർബൺ ആറ്റമാണ്? ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസാണോ നമ്മൾ ഈ ആറ്റമിക് മാസ് യൂണിറ്റിന് വേണ്ടി യൂസ് ചെയ്യുക? അങ്ങനെ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ അല്ല നമ്മൾ ഇത്തരത്തിലുള്ള ആറ്റമിക് മാസ് യൂണിറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. മറിച്ച് കാർബൺ 12, കാർബൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറ്റമിക് നമ്പർ C6 ആണ്. എന്നാൽ ഇതിൻ്റെ മാസ് നമ്പർ 12 ആയിട്ടുള്ള ഐസോട്ടോപ്പ്, അതായത് ഒറിജിനൽ കാർബൺ ആറ്റത്തിൻ്റെ മാസ്, ഇതിൻ്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? 1U എന്ന് വിളിക്കുക. അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. 1U ഈസ് ഈക്വൽ ടു, അത് ആക്യുറേറ്റ് ഒരു 2-3 ഡെസിമലിൽ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഏതാണ്ട് 1.6605 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഉണ്ടോ? അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ കിലോഗ്രാമിന് പകരം ഗ്രാമിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ SI യൂണിറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളതിനെ കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1U ഈസ് ഈക്വൽ ടു 1.6605 ഇൻറ്റു 10⁻⁻27 കിലോ. ഇതിനെ വേണമെങ്കിൽ മറ്റ് വലിയ കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട, റഫ് വാല്യൂ മതിയെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്നും എക്സ്പ്രസ് ചെയ്യും. ഇത് വളരെ വേഗമായിട്ടുള്ള കാൽക്കുലേഷൻസിന് വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ളൊരു നമ്മളൊരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാവൂ. അല്ലാത്ത എല്ലാ കേസിലും നമ്മളതിനെ ഡെസിമൽ വാല്യൂ ഇട്ട് തന്നെ ചെയ്യാൻ, ബാക്കി ഡെസിമൽ വാല്യൂ കൂടി ഇട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രോണിൻ്റെതായാലും പ്രോട്ടോണിൻ്റെതായാലും ന്യൂട്രോണിൻ്റെതായാലും ഒക്കെയുള്ള മാസിനെ ഇനി നമ്മൾ ആറ്റമിക് മാസ് യൂണിറ്റിൽ പറയാൻ ശ്രമിക്കാം. സോ ആറ്റമിക് മാസ് യൂണിറ്റിലാണ് നമ്മളുടെ ഇനിയുള്ള ന്യൂക്ലിയർ ഫിസിക്സിലെ ബാക്കി മെറ്റീരിയൽസിനെ, അതിൻ്റെ മാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായിട്ട് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ, അതിനെ ഞാൻ M⁻E എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെ എഴുതാം, ME. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മാസ് ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ മാസ് ഓഫ് ഇലക്ട്രോണിനെ M⁻E എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിലോഗ്രാമിലുള്ള ഇലക്ട്രോണിൻ്റെ മാസ് അറിയാം. എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അപ്പോൾ ഇതിനെ യുയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി?
യുവിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാമല്ലോ, കിലോഗ്രാമിലുള്ള വാല്യൂ അറിയില്ല, അതിനെ തിരിച്ച് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ 0.00055 U. ഇത്രയും ഡെസിമലിൽ പോകുമ്പോൾ മാത്രമാണ് അതിനൊരു വാല്യൂ നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ആറ്റമിക് മാസ് യൂണിറ്റിൻ്റെ ടേംസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ മാസ് ഓഫ് പ്രോട്ടോൺ ആണെങ്കിലോ, മാസ് ഓഫ് പ്രോട്ടോണിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം അതിൻ്റെ വാല്യൂ ഒരു ഏതാണ്ട് 1.6 × 10⁻27 എന്നാണ് നമ്മൾ പറയാറുള്ളത് കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ന്യൂട്രോണിനും അതേ വാല്യൂ തന്നെ പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ. അപ്പോൾ അതിൻ്റെ എക്സാക്ട് മീൻസ് അപ് ടു 4 ഡെസിമൽ പ്ലേസിൽ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 1.6726 × 10⁻⁻27 കിലോഗ്രാം. ഇതിനെ ഞാൻ യുയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1.6605 × 10⁻⁻27 കിലോഗ്രാം കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1.00728 U. AMU എന്ന് എഴുതാം, അല്ലെങ്കിൽ U എന്ന് എഴുതാം. മാസ് ഓഫ് പ്രോട്ടോൺ കിട്ടിയാൽ മാസ് ഓഫ് ന്യൂട്രോൺ, ഇത് കൂടുതൽ നമ്മൾ അധികം അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഇത് വെച്ചുള്ള പ്രോബ്ലംസും പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മാസ് ഓഫ് ന്യൂട്രോണിനെ നമ്മൾ കിലോഗ്രാമിലും യുയിലും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാസ് ഓഫ് ന്യൂട്രോൺ ഇൻ കിലോഗ്രാം ഈസ് ഗിവൺ ബൈ 1.6749 × 10⁻⁻27 kilogram, which is expressed in atomic mass unit as 1.00866 U. അപ്പോൾ 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെയും മാസ് നമ്മൾ ആറ്റമിക് മാസ് യൂണിറ്റിൽ എക്സ്പ്രസ്. ഇനി 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി, അതായത് നമ്മൾ ഒരു AMU എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണെന്ന് നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് ചെയ്തായിരുന്നു. ഇനി 1 കിലോഗ്രാമിൽ എത്ര AMU കാണും? അതിനുള്ള കൺവേർഷൻ നമ്മൾ മോളാർ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അത് നിങ്ങളൊരു വർക്കായിട്ട് ചെയ്യുക, ജസ്റ്റ് ഒരു ഹോം വർക്കായിട്ട് ചെയ്യുക. എന്താണ് 1 കിലോഗ്രാം ഈക്വൽ ടു എത്ര U ആണെന്നുള്ളത് ഒരു അസൈൻമെൻറ്റായിട്ട് നിങ്ങളൊന്ന് ചെയ്തേക്കുക. ഞാനത് പിന്നീട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ ആറ്റമിക് മാസ് യൂണിറ്റിൻ്റെ ടേംസിൽ മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പോയിൻ്റ് അതിനകത്ത് കൊണ്ടുവന്നത് പലരും എന്നോട് ചോദിക്കുകയും ചെയ്തതാണ്. നമുക്കൊരു ഡിസ്കഷൻ വെക്കാൻ ടൈം കിട്ടിയില്ല, എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ്. ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. ന്യൂക്ലിയസ് എന്നാൽ പോസിറ്റീവ് ചാർജാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ ഇലക്ട്രോൺസ് വന്ന് പതിക്കാത്തത്? Obviously, unlike charges should attract each other, but in the case of a stable atom, the electrons does not fall into the nucleus. അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ we know that nucleus is having protons and neutrons within it, but protons are like charges. If there are 2 protons then there must exist a force of repulsion. പക്ഷേ അങ്ങനെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ കൂടിയും ന്യൂക്ലിയസ് എന്തുകൊണ്ട് സ്റ്റേബിളായി നിൽക്കുന്നു? അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാമത്തെ ഒരു പോയിന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബൈൻഡിങ് എനർജി. വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് the binding energy of nucleus. Binding energy. So what do you mean by binding energy? Binding energy എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട്. ബൈൻഡിങ് മീൻസ് ടു ബൗണ്ട്, തമ്മിൽ കെട്ടിപ്പുണരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ കെട്ടി വരിയാനുള്ള, അതിനെ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള എന്തോ ഒരു എനർജി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്, ബൈൻഡിങ് എനർജിയുടെ ഒരു ബേസിക് ഐഡിയ വരുന്നത് ഐൻസ്റ്റൈൻ്റെ ഫേമസ് ആയിട്ടുള്ള മാസ് എനർജി ഇക്വലൻസിൽ നിന്നാണ്. യു ഓൾറെഡി നോ ദാറ്റ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മാസ് ആൻഡ് വൈസ് വേഴ്സ. E ഈസ് ഈക്വൽ ടു mc² എന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇക്വേഷൻസ് ഇൻ ഫിസിക്സ് തരുന്നത് എന്താ? M ഈസ് നത്തിങ് ബട്ട് മാസ്, c ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്,
if a particle of having mass is traveling in a velocity which is equivalent to a light velocity, അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടത് ഏതൊരു വസ്തുവിനും ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാസ് എന്തായി മാറണം? 0 ആയി മാറണം. അപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ ഫോട്ടോൺസ്, ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണെന്ന്. അപ്പോൾ ലൈറ്റ് പാർട്ടിക്കിളാണെന്ന് സംശയമുണ്ടോ? ലൈറ്റ് ക്യാൻ ബിഹേവ് ബോത്ത് ആസ് പാർട്ടിക്കിൾ ആൻഡ് വേവ്. അത് ഡൈഫ്രാക്ഷൻ പോലുള്ള അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് പോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുമ്പോൾ അത് വേവായി ബിഹേവ് ചെയ്യും. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പോലുള്ള അല്ലെങ്കിൽ കോംപ്റ്റൺ ഇഫക്റ്റ് പോലുള്ള ഫിസിക്കൽ ഫിനോമിന ഷോ ചെയ്യുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് അഥവാ പാർട്ടിക്കിൾ നേച്ചറിനെ കാണും. അപ്പോൾ E=mc² എന്ന് പറയുന്നത് മാസ് ഉള്ളൊരു പാർട്ടിക്കിളിന് അതിൻ്റെ മാസിനെ എനർജിയായി കൺവേർട്ട് ചെയ്യാമെന്നും എനർജി എന്ന് പറയുന്നതിനെ മാസായി കൺവേർട്ട് ചെയ്യാമെന്നും പറയുന്ന ആ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിനെയാണ് ഐൻസ്റ്റൈൻ തൻ്റെ ഫേമസ് ആയിട്ടുള്ള E=mc² എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴാണ് ന്യൂക്ലിയർ ഫിസിക്സിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ ബൈൻഡിങ് എനർജിയെക്കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് വേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് വി ഹാവ് എ ന്യൂക്ലിയസ് വിച്ച് ഹാസ് Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് N നമ്പർ ഓഫ് ന്യൂട്രോൺസ്, വെയർ N സ്റ്റാൻഡ്സ് ഫോർ A-Z. ഇത്തരത്തിലൊരു ന്യൂക്ലിയസ് എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് Z നമ്പർ ഓഫ് പ്രോട്ടോൺസും N നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്രോട്ടോണിൻ്റെ മാസ് അറിയാം, അതല്ലേ MP എന്ന് പറഞ്ഞ് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചത്. അതേപോലെ MN എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂട്രോൺ. ഇത് രണ്ടും എനിക്കറിയാമേ. സോ വി ക്യാൻ തിയററ്റിക്കലി ഫൈൻഡ് ദ മാസ് ഓഫ് ന്യൂക്ലിയസ് ബൈ ആഡിങ് അപ്പ് ദ മാസ് ഓഫ് ഈച്ച് ന്യൂക്ലിയോൺ, അല്ലേ? അപ്പോൾ Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രോട്ടോൺ മാസ് എന്ന് പറയുന്നത് Z ഇൻറ്റു MP അല്ലേ, പ്ലസ് N ഇൻറ്റു MN. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ്, ടോട്ടൽ മാസ് ഓഫ് എ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് ഈസ് ജസ്റ്റ് ദ തിയററ്റിക്കൽ മാസ് ഓഫ് എ ന്യൂക്ലിയസ്. അപ്പോൾ Z ഇൻറ്റു MP പ്ലസ് N ഇൻറ്റു MN വിൽ ഗീവ് ദ തിയററ്റിക്കൽ മാസ് വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ന്യൂക്ലിയസ്. ഉദാഹരണത്തിന് കാർബൺ C612 എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? What is the value of atomic number? It is 6. So 6 ഇൻറ്റു MP. ഇത് ഒന്നുകിൽ നമുക്ക് ആറ്റമിക് മാസ് യൂണിറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തിൽ ചെയ്യാം? കിലോഗ്രാമിൽ ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു MP പ്ലസ് ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര? 12 - 6. സോ 6 ഇൻറ്റു MN. ഇതായിരിക്കണമല്ലോ തിയററ്റിക്കലി നമ്മളുടെ ന്യൂക്ലിയസ്, അതായത് കാർബൺ 12 എന്ന് പറയുന്ന ഈ ന്യൂക്ലിയസിൻ്റെ മാസ്. എന്നാൽ നിങ്ങളൊരു കാർബൺ 12 ന്യൂക്ലിയസിൻ്റെ മാസ് മെഷർ ചെയ്താൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദിസ് വാല്യൂ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം അക്കോർഡിംഗ് ടു ദ മാസ് എനർജി ഇക്വലൻസ് പിന്നീട് വന്നൊരു കൺസെപ്റ്റാണ്. അതിനു മുന്നേ തന്നെ എനർജി കൺസർവേഷനും മാസ് കൺസർവേഷനും വാലിഡായിട്ട് ഫിസിക്സിലുണ്ടായിരുന്നു. സോ മാസ് എന്ന് പറയുന്നതിനെയോ എനർജി എന്ന് പറയുന്നതിനെയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്നൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മൾ ഇപ്പോൾ ഒരു ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു ന്യൂക്ലിയസ്, ഒരിക്കലും ഇത് ഈ മാസ് ഞാൻ പറയാൻ പോകുന്ന ടേംസ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് അല്ല, പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആ ഒരു ഉദാഹരണം ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോളുണ്ട്. ഈ ബോളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 5 ബോളുകൾ കൂട്ടിച്ചേർക്കുന്നു. ഒരു 5 ബോളുകൾ എടുത്തൊരു ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു ബോളിന് 1 കിലോഗ്രാം ആണെങ്കിൽ 5 ബോളിന് എത്ര വരണം? 5 കിലോഗ്രാം വരണ്ടേ? എന്നാൽ ഞാൻ ഈ ബാസ്ക്കറ്റോടുകൂടി എടുത്ത് തൂക്കി നോക്കും. അതായത് ബാസ്ക്കറ്റിന് എക്സ്ട്രാ മാസൊന്നും ഇല്ല, ബാസ്ക്കറ്റിൻ്റെ മാസ് 0 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ബാസ്ക്കറ്റിനെ എടുത്ത് ഞാൻ തൂക്കി നോക്കുമ്പോൾ എനിക്ക് 5 കിലോഗ്രാം തന്നെ കിട്ടണം, പ്രൊവൈഡഡ് ദ ബാസ്ക്കറ്റ് ഈസ് ഹാവിങ് 0 മാസ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ബാസ്ക്കറ്റിനെ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സപ്പോസ് 4.5 കിലോഗ്രാം ആണെന്ന് കിട്ടുക എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് വിൽ ബി യുവർ ഇൻഫറൻസ്? നിങ്ങൾ പറയും മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിന് എന്തോ എറർ പറ്റി, അല്ലെങ്കിൽ ഞാൻ മെഷർ ചെയ്തതിന് എന്തോ എറർ പറ്റി. എന്നാൽ ഇതേപോലൊരു കാഴ്ചയാണ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ മാസ് മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. ഇഫ് വി മെഷർ തിയററ്റിക്കലി ദ മാസ് ഓഫ് ന്യൂക്ലിയസ് ബൈ ആഡിങ് അപ്പ് ദ മാസസ് ഓഫ് ഈച്ച് ന്യൂക്ലിയോൺ, വി വിൽ ഗെറ്റ് എ വാല്യൂ. That value is different from the actual mass of the nucleus.
അവിടെയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇത് പല ഡെഫിനിഷൻസ് ബൈൻഡിങ് എനർജിക്ക് കൊടുക്കാറുണ്ട്. ബൈൻഡിങ് എനർജി ക്യാൻ ഐദർ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് in constituent or in forming a nucleus from its constituent nucleons. ഉദാഹരണത്തിന് C612 എന്ന് പറയുന്ന ഈ ന്യൂക്ലിയസ് ഫോം ചെയ്യണമെങ്കിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും തമ്മിൽ ഒരുമിച്ച് ചേർന്നൊരു എൻറ്റിറ്റിയിൽ ഇരിക്കണ്ടേ. ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. ദാറ്റ് എനർജി ക്യാൻ ബി ടേംഡ് ആസ് ബൈൻഡിങ് എനർജി. അതൊരു ഡെഫിനിഷനാണ്. ഇനി വേണമെങ്കിൽ തിരിച്ചു പറയാം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഈ കാർബൺ 12 C612 എന്ന് പറയുന്ന ഈ ന്യൂക്ലിയസ് ഫോം ചെയ്യാൻ വേണ്ടി ഈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ന്യൂക്ലിയസ് ആയി ഫോം ചെയ്ത് നിൽക്കുന്നു. ഇനി ഞാൻ അതിലേക്ക് സെയിം ഈ എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓബ്വിയസ്ലി ഈ ന്യൂക്ലിയസ് സ്പ്ലിറ്റപ്പ് ചെയ്ത് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ആയിട്ട് മാറും. There comes the second definition of binding energy, that is, if we supply a particular amount of energy into that nucleus such that the nucleus splits up into its component nucleons without adding any velocity terms. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്യും. എന്നാൽ E+D എനർജിയും കൂടെ കൊടുത്താലോ ഈ സ്പ്ലിറ്റപ്പ് ചെയ്യുന്ന ന്യൂക്ലിയോൺസ് ഒരു വെലോസിറ്റിയിൽ സഞ്ചരിക്കും. ഇറ്റ് അക്വേഴ്സ് എ കൈനറ്റിക് എനർജി. അങ്ങനെ കൈനറ്റിക് എനർജിയുടെ ടേം ഇല്ലാതെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടുന്ന എമൗണ്ട് ഓഫ് എനർജിയെ വേണമെങ്കിലും നമുക്ക് ബൈൻഡിങ് എനർജി എന്ന് വിളിക്കാം. അപ്പോൾ ബൈൻഡിങ് എനർജിക്ക് അങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇനി ബൈൻഡിങ് എനർജിയെ തിയററ്റിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ബൈൻഡിങ് എനർജി ഈസ് ഗിവൺ ബൈ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു C². Then what is the value of delta M? Delta M is called mass defect. It is called mass defect of that particular nucleus. Mass defect. മാസ് ഡിഫക്റ്റ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ചേരുമ്പോൾ C612 കിട്ടി. എന്നാൽ ഇങ്ങനെ C612 എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഫോം ചെയ്തപ്പോൾ നമ്മൾ ആഡപ്പ് ചെയ്ത എന്തിനേക്കാൾ മാസിനേക്കാൾ കുറവാണ് ന്യൂക്ലിയസിൻ്റെ മാസ്സായിട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഒരു മാസ് ഡിസപ്പിയർ ചെയ്തില്ലേ? ദർ ഇസ് എ ഡിഫക്റ്റ് ഓർ ദർ ഇസ് എ ഡിക്രീസ് ഇൻ മാസ് വൈൽ ഫോമിങ് എ ന്യൂക്ലിയസ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ന്യൂക്ലിയോൺസ്. അങ്ങനെ ഡിസപ്പിയർ ചെയ്ത മാസിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഹൗ വിൽ വി ഫൈൻഡ് ദ മാസ് ഡിഫക്റ്റ്? നമുക്കറിയാവുന്ന കാര്യം എന്താ? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ഉപയോഗിച്ചുകൊണ്ട് തിയററ്റിക്കലി ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. സപ്പോസ് ഫോർ എ ന്യൂക്ലിയസ് ഹാവിങ് Z as atomic number and A as mass number, then the total mass of the nucleus is given by Z into Mp plus A minus Z into Mn, right? Is that correct? ഇനി നമുക്ക് നമ്മളുടെ ന്യൂക്ലിയസിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു വിചാരിക്കുക. ലെറ്റ് എക്സ് ബി ദ ന്യൂക്ലിയസ് വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് ഫ്രം ദീസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ കാർബണിൻ്റെ കേസിലാണെങ്കിൽ കാർബൺ ആയിരിക്കും ആ ന്യൂക്ലിയസ്. അതിനെ ഞാൻ XZ എന്ന് വിളിക്കുന്നു എന്ന് വിചാരിച്ചു. Then if we subtract the mass of this nucleus, that is M, ഇതിനെ ഞാൻ MX എന്ന് വിളിക്കുന്നു എന്ന് വിചാരിച്ചു. അതിന് നൊട്ടേഷനൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കുക. ഞാനിപ്പോൾ തൽക്കാലം മാസ് ഓഫ് എക്സ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി M ബ്രാക്കറ്റിൽ X എന്ന് വിളിച്ചു. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദിസ് ടേം? അപ്പോൾ ഇതിനി നോ ലോങ്ങർ ദിസ് ഈസ് നോട്ട് M ബട്ട് ദിസ് ഈസ് ദ ഡെൽറ്റ M ഓർ മാസ് ഡിഫക്റ്റ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്? വാട്ട് ഈസ് ദിസ് വാല്യൂ? ദിസ് ഈസ് ദ theoretical value of total mass of that nucleus and this is the actual mass of nucleus. So the difference between theoretically constructed mass value and actual mass is called the mass defect. ഇനി ഐൻസ്റ്റൈൻ്റെ തന്നെ മാസ് എനർജി ഇക്വലൻസ് അനുസരിച്ച് ദിസ് ഈസ് ഫ്രം ഐൻസ്റ്റൈൻസ് മാസ് എനർജി ഇക്വലൻസ് E ഈസ് ഈക്വൽ ടു mc². അപ്പോൾ ഇവിടെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് വെറും M അല്ല, മറിച്ച് മാസ് ഡിഫക്റ്റ് ആണ്. സോ ദ ടോട്ടൽ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു the mass defect into C². This is the famous equation to find binding energy of a particular
ന്യൂക്ലിയസ്. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇനി ബൈൻഡിങ് എനർജിയെ ഈ വാല്യൂ എന്ന് പറയുന്നത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് എന്താക്കിയായി മാറും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇസഡ് ടൈംസ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് എന്തുമായിട്ട് മാറും? എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസുമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ബൈൻഡിങ് എനർജിയെ ഒന്നുകിൽ അത് അങ്ങനെ തന്നെ അത് ബൗണ്ട് ചെയ്തിരിക്കാൻ, ഈ ന്യൂക്ലിയോൺസ് ബൗണ്ടായിരിക്കാൻ വേണ്ടി വരുന്ന എനർജി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കളയുന്ന എനർജി എന്ന് പറയാം. തിരിച്ചല്ലെങ്കിൽ എന്ത് പറയാം? ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ന്യൂക്ലിയസിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി എന്നും പറയാം. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ബോത്ത് ഡയറക്ഷൻ വി ക്യാൻ ഡിഫൈൻ ദ ബൈൻഡിങ് എനർജി ഓഫ് എ പെർട്ടിക്കുലർ ന്യൂക്ലിയസ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ബൈൻഡിങ് എനർജിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഈ ബൈൻഡിങ് എനർജി എങ്ങനെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.